മാന്യ സദസ്സിനെ എന്റെ വിനീതമായ കൂപ്പുകൈ. ആദരണീയരായ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19. കേരളീയരായ നാം ഓരോരുത്തരും ഇന്ന് വായനാ ദിനമായി ആചരിക്കുകയാണ്. വായനയുടെ മാഹാത്മ്യം നമ്മെ പഠിപ്പിച്ച വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. 1996 ജൂൺ 19 മുതലാണ് നാം വായന ദിനമായി ആചരിച്ചു തുടങ്ങിയത്. വായനാ ദിനത്തെ കുറിച്ചോർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പ്രശസ്തമായ കുട്ടിക്കവിതയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നത്. വായനയുടെ മൂല്യത്തെക്കുറിച്ച് വെറും 4 വരികൾ കൊണ്ട് തന്നെ മലയാളികൾക്ക് മനസ്സിലാക്കുവാൻ കുഞ്ഞുണ്ണി മാഷിന്റെ ഈ കുട്ടിക്കവിതയ്ക്ക് കഴിയും. ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ്. ആ അത്ഭുത ലോകത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള താക്കോലാണ് വായന. വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. അറിവ് സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വായനയിലൂടെ മാത്രമേ ഈ അറിവ് നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ മനസ്സിലാക്കണം. വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. ഇന്നത്തെ ആധുനിക കാലങ്ങളിൽ പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതൽ ഇന്റർനെറ്റ് പോലുള്ള നവമാധ്യമങ്ങളിൽ നിന്നും ലഭിക്കും എങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി നമുക്ക് ഒരു സമൂഹ മാധ്യമത്തിൽ നിന്നും കിട്ടാറില്ല. അതിനാൽ പുസ്തക വായന ഒരു ശീലമാക്കുന്നതിനും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മുടെ വായനാശീലം മെച്ചപ്പെടുത്തുവാനും ഓരോ ദിവസവും നാം പ്രയത്നിക്കാം. ഇന്നു മുതൽ ഈ പുതിയൊരു ശീലം നമ്മുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്താം. അതിന് ഏറ്റവും നല്ല ദിനം ഇത് തന്നെയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ വായന ദിന ആശംസകൾ.